നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴോ ആരുടെയെങ്കിലുമൊക്കെ സംസാരം കേൾക്കുമ്പോഴോ പെട്ടെന്ന് തന്നെ ഒരു വിചിത്രമായ അനുഭവം, ഇത് ഞാൻ മുമ്പെപ്പോഴോ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ അതേസമയം നിങ്ങൾക്കറിയാം അത് അസാധ്യമാണെന്ന്. ഈ വിചിത്രമായ അനുഭവത്തെയാണ് ദേജാവു എന്ന് പറയുന്നത്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ചോദ്യം ഇതാണ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡേജാവു എന്ന വാക്കിന്റെ അർത്ഥം മുമ്പേ കണ്ടിട്ടുള്ളത് എന്നാണ്. ഈ വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മുമ്പേ എപ്പോഴോ കണ്ടതുപോലെ തോന്നുന്ന അനുഭവത്തെയാണ് ദേജാവു എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നത് 60 മുതൽ 70% വരെ ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേജാവു അനുഭവപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. പക്ഷേ ഇത് കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് അനുഭവപ്പെടുന്നത്, പിന്നീട് പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകും. ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു കാരണം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഗ്ലിച്ചാണ്. നമ്മുടെ തലച്ചോറിൽ 2 പ്രധാനമായ സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് പുതിയ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്യാനും മറ്റൊന്ന് ഓർമ്മകൾ സ്റ്റോർ ചെയ്യാനും. സാധാരണയായി ഇവ രണ്ടും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ തലച്ചോറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ മെമ്മറി സിസ്റ്റത്തിലേക്ക് അയക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, ഇത് ഞാൻ മുമ്പെപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവം പഴയ ഓർമ്മകൾ പോലെ തോന്നും. മറ്റൊരു തിയറി പ്രകാരം ദേജാവു സംഭവിക്കുന്നത് തലച്ചോറ് വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഡിലേ കൊണ്ടാകാം. ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവം തലച്ചോറിലേക്ക് എത്തുമ്പോൾ അത് 2 പ്രാവശ്യം ലഭിച്ച പോലെ പ്രോസസ്സാകും. രണ്ടാമത്തെ പ്രാവശ്യം എത്തുമ്പോൾ തലച്ചോറ് വിചാരിക്കും, ഇത് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഈ നിമിഷം മുമ്പേ നടന്നതുപോലെ തോന്നും. ദേജാവു അധികമായി അനുഭവപ്പെടുന്നത് 15 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്കാണ്. കാരണം ഈ പ്രായത്തിൽ നമ്മുടെ തലച്ചോറ് വളരെയധികം ആക്റ്റീവായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴോ പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ ദേജാവു ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം അപ്പോൾ തലച്ചോറ് വളരെയധികം വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേജാവുയുടെ ഏറ്റവും വിചിത്രമായ ഭാഗം എന്തെന്നാൽ, ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാകുമെന്നാണ്. അത് ഒരു സ്വപ്നം പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും. കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മുടെ മനസ്സ് സമയത്തിലൂടെ പിന്നിലോട്ട് പോകുന്ന പോലെ തോന്നും. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് ചില മൃഗങ്ങൾക്കും ദേജാവു പോലുള്ള അനുഭവം ഉണ്ടാകുമെന്നതാണ്. കാരണം അവരുടെ ബ്രെയിനിലും മെമ്മറി പ്രോസസ്സിംഗ് സിസ്റ്റം മനുഷ്യരോട് വളരെ സാമ്യമുള്ളതാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ദേജാവു അനുഭവപ്പെടുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അത് സാധാരണയായി നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന ചെറിയൊരു മെമ്മറി ട്രിക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് സമയത്തിലൂടെ ചെറിയൊരു ഗ്ലിച്ച് അനുഭവിച്ചതാകാം. അറിയാത്തത് അനവധി, അറിയാൻ വഴികൾ നിരവധി. സോ സ്റ്റേ ട്യൂൺ ഫോർ നോട്ട് ദ ഫാക്ട്സ്.